ക്ഷേത്രപ്രതിഷ്ഠയിൽ പീഠത്തിൽ ഉറപ്പിക്കുന്ന അഷ്ടബന്ധം മാറ്റി പുതിയതുകൊണ്ട് ഉറപ്പിക്കുന്ന ചടങ്ങും അതിനോടൊപ്പം നടത്തുന്ന കലശവുമാണ് അഷ്ടബന്ധ കലശം. സാധാരണ ദ്രവ്യ കലശത്തിന്റെ ചടങ്ങുകളെല്ലാം ഇതിലുണ്ട്. ദേവപ്രശ്നം നടത്തി അഷ്ടബന്ധം മാറ്റണമെന്ന് കണ്ടെത്തുമ്പോഴാണ് ഇത് നടത്തുക. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. സർവ ഐശ്വര്യപ്രദായകനായ സാക്ഷാൽ ശ്രീ ലക്ഷ്മണസ്വാമി ഭക്തർക്ക് സർവ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കുടികൊള്ളുന്ന ക്ഷേത്രസ്ഥാനമത്രേ വെന്നിമല ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പഞ്ചായത്തിലാണ് വെന്നിമല ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമ രാമ മഹാബാഹോ ജാനകി. വളരെയധികം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന വെന്നിമല ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ്. ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പെരുമാക്കന്മാരിൽ അവസാന ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ജലമാർഗം യാത്ര തിരിക്കുകയുണ്ടായി. ഈ യാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വഞ്ചി ഒരു രാത്രിയിൽ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്ന സമയത്ത് ആകാശത്ത് കിഴക്കുഭാഗത്തായി അദ്ദേഹം ഒരു അത്ഭുത കാഴ്ച കാണുവാനിടയായി. നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശമതികളായ 7 ജ്യോതിസുകൾ ആകാശത്ത് പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ രാജാവിന് തോന്നി. അവ സപ്തർഷികൾ തന്നെയാണെന്ന് വിശ്വസിച്ച രാജാവ് ആ ദിവ്യ ജ്യോതിസ് കണ്ട ദിക്കിലേക്ക് വഞ്ചി തിരിച്ചുവിടാൻ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ വഞ്ചി പുതുപ്പള്ളി ഭാഗത്തുള്ള പാലൂർ പണിക്കരുടെ വീട്ടുകടവിനടുത്തെത്തിയപ്പോൾ നദി അവിടെ അവസാനിക്കുകയും മുമ്പോട്ടുള്ള യാത്ര അസാധ്യമായി തീരുകയും ചെയ്തു. അതിനാൽ രാജാവും പരിവാരങ്ങളും പാലൂർ പണിക്കരുടെ കടവിലിറങ്ങി പണിക്കരെ വിളിച്ചു വരുത്തി. പണിക്കർ എത്തിയ നേരം രാജാവ് തന്റെ ആഗമനോദ്ദേശം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും താമസം കൂടാതെ ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് വേണ്ട സന്നാഹങ്ങൾ ചെയ്യുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു. രാജാവും പരിവാരങ്ങളും പണിക്കരുടെ നിർദ്ദേശമനുസരിച്ച് വനം വെട്ടിത്തെളിച്ച് മുമ്പോട്ടുള്ള തങ്ങളുടെ പ്രയാണം തുടർന്നു. മാർഗമധ്യേ പണിക്കർ രാജാവിനോട് വിജയാദ്രിയുടെ മാഹാത്മ്യത്തെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരുന്നു. തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും 2-3 നാഴിക കിഴക്കായി വിജയാദ്രി എന്ന് പ്രസിദ്ധമായ ഒരു മലയുണ്ടായിരുന്നുവെന്നും അവിടെ പുരാണിക കാലത്ത് കപില മഹർഷിയെപ്പോലെ ദിവ്യന്മാരായ മുനീശ്വരന്മാർ തപസ്സു ചെയ്തിരുന്നുവെന്നും ആ മുനിമാർ സ്വയംഭൂവായിരുന്ന വിഷ്ണുവിനെ ആരാധിച്ചു പോന്നിരുന്നുവെന്നും പണിക്കർ രാജാവിനോട് വർണ്ണിച്ചു. ഒരിക്കൽ ഇരവി എന്ന ഒരു വനവേടൻ വിജയാദ്രിയുടെ ഉപരിതലത്തിൽ ഒരു ഭാഗത്തായി പാര ഉപയോഗിച്ച് മരുന്നു മാന്തിക്കൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായി ആ ഭൂമിയിൽ നിന്നും രക്തപ്രവാഹമുണ്ടാവുകയും ഭയന്നു വിറച്ച ഇരവി ആൾക്കാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു. പണ്ട് മുനിവര്യന്മാർ ആരാധിച്ചു പോന്നിരുന്ന വിഷ്ണു വിഗ്രഹം മണ്ണിനടിയിൽ കാണുമെന്നും പാര അതിൽ സ്പർശിച്ചതിനാലാണ് രക്തപ്രവാഹമുണ്ടായതെന്നും അവർ വിശ്വസിച്ചു പോന്നു. തനിക്ക് ആ സ്ഥലമാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ രാജാവ് പണിക്കരോടൊപ്പം യാത്ര തുടർന്നു. വിജയാദ്രി മുകളിലെത്തി ഏറെ നേരത്തെ വിശ്രമത്തിനു ശേഷം ഇരവിയെയും കൂട്ടി രക്തപ്രവാഹമുണ്ടായ സ്ഥലം രാജാവ് സന്ദർശിച്ചു. ഈ അവസരത്തിൽ പ്രസ്തുത സ്ഥലത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണമെന്ന് തന്നോട് ആരോ പറയുന്നത് പോലെ തോന്നിയ രാജാവ് അതിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. രാജാവിന്റെ ആജ്ഞാശക്തി കൊണ്ടും ഏവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടും ക്ഷേത്ര നിർമ്മാണം കുറച്ചു നാൾ കൊണ്ട് പൂർത്തിയായി. പ്രതിഷ്ഠയ്ക്കായി കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചതുർഭുജ വിഷ്ണു വിഗ്രഹവും തയ്യാറായി. രാജാവിന്റെ മാനസിക അവസ്ഥ മനസ്സിലാക്കിയ സന്യാസി രാജാവ് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ലെന്നും ശ്രീരാമ അവതാര കാലത്ത് അസുര നിഗ്രഹം വരുത്തി മുനിമാരെ ലക്ഷ്മണൻ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷ്മണ ക്ഷേത്രം ഈ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് മുനിമാർ ആഗ്രഹിച്ചിരുന്നു എന്നും അതിനായി വിഗ്രഹ നിർമ്മിതി നടത്തിയെങ്കിലും അവരുടെ ആഗ്രഹം ഇന്നേ വരെ സഫലീകരിച്ചിട്ടില്ലെന്നും ആ വിഗ്രഹം ഇവിടെയുള്ള ഒരു കുളത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ലക്ഷ്മണ വിഗ്രഹം മലയുടെ കിഴക്കു ഭാഗത്തുള്ള താമരക്കുളത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അതിന് തെക്കുഭാഗത്തായുള്ള മറ്റൊരു കുളത്തിൽ ഭഗവതിയുടെ കണ്ണാടി വിഗ്രഹവും കിടപ്പുണ്ട്.
മുൻപ് മഹർഷിമാർ ലക്ഷ്മണസ്വാമിയോടുകൂടി ഒരു ഭഗവതിയെയും ഇവിടെ പൂജിച്ചിരുന്നു. ഈ ദേവി മഹർഷിമാരുടെ അപേക്ഷ പ്രകാരം ലക്ഷ്മണ വിഗ്രഹം സൂക്ഷിച്ചുകൊണ്ട് ഈ സരോവര തീരവനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ ബിംബത്തിന്റെ സമീപത്തു നിന്നും ദേവി വിട്ടുമാറാത്തതിനാൽ ദേവിയെ കൂടാതെ ബിംബം കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനാൽ ഇവ രണ്ടും ബ്രാഹ്മണരെ കൊണ്ട് എടുപ്പിച്ച് ഒരേ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തണം. മുഹൂർത്ത സമയത്ത് ഒരു കൃഷ്ണപ്പരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്ന് ശ്രീകോവിലിന് മുകളിലുള്ള താഴികക്കുടത്തിൽ വന്നിരിക്കും. ആ സമയത്തായിരിക്കണം പ്രതിഷ്ഠ നടത്തേണ്ടത്. ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി വര്യൻ യാത്രയാവുകയും ചെയ്തു. ശേഷം പ്രതിഷ്ഠയ്ക്കായുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രതിഷ്ഠാ മുഹൂർത്തമായെങ്കിലും കൃഷ്ണപ്പരുന്ത് താഴികക്കുടത്തിൽ വന്നിരുന്നില്ല. പ്രതിഷ്ഠാ മുഹൂർത്തം കഴിഞ്ഞു പോകുമെന്നതിനാൽ ഏവരുടെയും അഭിപ്രായം മാനിച്ച് പ്രതിഷ്ഠകൾ ഒരേ സമയത്ത് തന്നെ നടത്തി. പ്രതിഷ്ഠ കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ കൃഷ്ണപ്പരുന്ത് താഴികക്കുടത്തിൽ വന്നിരുന്നു. പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞതിനാൽ ഏവരുടെയും മുഖത്ത് മ്ലാനതയുണ്ടായി. എങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞുപോയ സ്ഥിതിക്ക് ഇനി പ്രയോജനമില്ലെന്ന് കരുതി അവർ കൂടിയാലോചിച്ച് ചില പ്രായശ്ചിത്ത ക്രിയകൾ, കലശം എന്നിവ നടത്തുകയും ചെയ്തു. സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ, അവിദ്യാവശകന്മാർ, നിത്യസംസാരികളെന്ന. നാലാം കലശം കഴിഞ്ഞ ദിവസം തന്ത്രിയും ചേരമാൻ പെരുമാളും മഴവഞ്ചേരി പണിക്കർ മുതലായവരും മറ്റും കൂടി ക്ഷേത്രത്തിൽ മേലാൽ നടക്കേണ്ടുന്ന പതിവുകളെല്ലാം നിശ്ചയിക്കുകയുണ്ടായി. പ്രതിദിനം 5 പൂജയും 3 ശീവേലിയും, ആണ്ടുതോറും മകരമാസത്തിൽ രോഹിണി നാൾ കൊടിയേറ്റും, കുംഭമാസത്തിൽ രോഹിണി നാൾ ആറാട്ടുമായി 28 ദിവസത്തെ ഉത്സവം വേണമെന്ന് നിശ്ചയിച്ചു. ചേരമാൻ പെരുമാൾ ചാക്യാർ കൂത്തിൽ വളരെ പ്രതിപത്തിയുള്ള രാജാവായിരുന്നതിനാൽ ക്ഷേത്രത്തിൽ എന്നും ചാക്യാർ കൂത്ത് വേണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഒരു ദിനം അത് മുടങ്ങിയാൽ ചാക്യാർ അതിനു പരിഹാരമായി കൂടിയാട്ടം നടത്തണമെന്നും ഇതിനു പുറമെ ആണ്ടിലൊരിക്കൽ ഒരു അങ്കുലീയാങ്കം കൂത്തുകൂടി നടത്തണമെന്നും അത് ആണ്ടുതോറും ഉത്സവത്തിന് മുൻപ് ആയിരിക്കണമെന്നും ഇതുകൂടാതെ ആണ്ടുതോറും ഉത്സവകാലത്ത് ഭഗവതിയുടെ പ്രീതിക്കായി 3 ദിവസം തീയാട്ടുകൂടി വേണമെന്നും നിശ്ചയിച്ചു. ഇവയെല്ലാം ശരിയായി നടത്തുന്നതിന് വേണ്ട വസ്തുക്കൾ ദേവസ്വം പേരിൽ പതിച്ചു കൊടുക്കുകയും ക്ഷേത്രത്തിൽ കഴകത്തിനും പൂജകൊട്ട്, പാട്ട് മുതലായവയ്ക്കും വാര്യന്മാരെയും മാരാന്മാരെയും അടുത്ത സ്ഥലങ്ങളിൽ നിന്നും വരുത്തി അവർക്ക് ഇവിടെ താമസിക്കുന്നതിന് ഗൃഹങ്ങൾ പണിയിച്ചു കൊടുത്ത് കോട്ടയ്ക്കകത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ശ്രീരാമ രഘുപതി കേവല ജ്ഞാനമൂർത്തി ശ്രീരാമ. ക്ഷേത്രത്തിൽ ഓരോ പ്രവൃത്തികൾ നടത്തുന്നവർക്കും ചേരമാൻ പെരുമാൾ യഥായോഗ്യം ഓരോരോ അനുഭവങ്ങൾ കൽപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ തീയാട്ട് നടത്തുന്നതിലേക്ക് ആ തീയാട്ടുണ്ണിയുടെ കുടുംബത്തിലേക്കും 9 പറ പുഞ്ചനിലം അനുഭോഗമായി പതിച്ചു കൊടുത്തു. ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കുടുംബത്തിനായിരുന്നു അന്ന് തീയാട്ട് നടത്തുന്നതിനുള്ള അധികാരം. വെന്നിമല ക്ഷേത്ര നിർമ്മിതിക്ക് ചേരമാൻ പെരുമാൾ കാരണഭൂതനായതിനാൽ ഈ ക്ഷേത്രത്തിലെ ദേവതയെ ജനങ്ങൾ ഭക്തിയാദരപൂർവം വെന്നിമല പെരുമാൾ എന്ന് വിളിച്ചു പോരുന്നു. വെന്നിമല ക്ഷേത്ര നിർമ്മാണത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പെരുമാളിന് രാജ്യകാര്യങ്ങൾ നോക്കേണ്ടതുകൊണ്ട് ക്ഷേത്രഭരണം സമുദായത്തെയും മഴവഞ്ചേരി പണിക്കർ മുതലായ 3 വീട്ടുകാരെയും ഏൽപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിച്ചു. ചേരമാൻ പെരുമാളിന്റെ അന്ത്യകാലത്ത് കേരളത്തെ പല നാട്ടുരാജാക്കന്മാർക്കായി വീതിച്ചു നൽകിയപ്പോൾ ഈ ക്ഷേത്രം തെക്കുംകൂർ മഹാരാജാവിന്റെ അധികാര പരിധിയിലായി. തെക്കുംകൂർ രാജാക്കന്മാരുടെ ആദ്യ തലസ്ഥാനം വെന്നിമലയായിരുന്നുവത്രേ. അവർ ഇവിടെ കോട്ടയും കൊട്ടാരവും പണികഴിപ്പിച്ച് രാജ്യഭരണവും ക്ഷേത്രഭരണവും നടത്തിപ്പോന്നു. കേരളത്തിലെ മറ്റു കോട്ടകൾ പോലെ പ്രവേശന കവാടത്തിന്റെ ഭാഗത്തു മാത്രമേ ഇവിടെയും കോട്ടകൾ കെട്ടിയിരുന്നുള്ളൂ. തെക്കുംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രദേശത്ത് സംസ്കൃത പാണ്ഡിത്യമുണ്ടായിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിയെ ഗുരുസ്ഥാനം നൽകി രാജാവ് ആദരിച്ചു. ഈ സ്ഥാനം ഇവിടെ നിന്നും ആ സ്ഥാനം മാറുന്നതുവരെ തുടർന്നു പോന്നു. വെന്നിമല ആസ്ഥാനമാക്കി
തെക്കുംകൂർ രാജാക്കന്മാർ വളരെ കാലം ഭരണം നടത്തിയ ശേഷം അവർ തങ്ങളുടെ ആസ്ഥാനം മണികണ്ഠപുരത്തേക്കും പിന്നീട് അവിടെ നിന്നും കോട്ടയത്തിനടുത്തുള്ള നട്ടാശ്ശേരിയിലേക്കും മാറ്റുകയുണ്ടായി. തങ്ങളുടെ രാജധാനി അവർ മണികണ്ഠപുരത്തേക്ക് മാറ്റിയപ്പോൾ തങ്ങളുടെ ഗുരുസ്ഥാനം അലങ്കരിച്ചിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിക്ക് ക്ഷേത്രത്തിലെ കോയ്മസ്ഥാനം നൽകി ബഹുമാനിക്കുകയും സമുദായവും 3 വീട്ടുകാരുമായി ചേർന്ന് ക്ഷേത്രഭരണം നടത്തുന്നതിന് അരുളി ചെയ്യുകയും ചെയ്തു. രാജാവിന്റെ ഉപദേശപ്രകാരം അവർ ക്ഷേത്രഭരണം നടത്തിപ്പോന്നു. കാലക്രമത്തിൽ 3 വീട്ടുകാർ ദുർബലരാകുകയും മേൽപ്പാഴൂർ മനക്കിൽ നിന്നും ആൾപേരായി സമുദായത്തിനെ അയക്കാൻ തുടങ്ങുകയും ചെയ്തു. തന്മൂലം ക്ഷേത്രഭരണത്തിന്റെ ചുക്കാൻ ചിത്രകൂടത്തിൽ പിഷാരടിമാരുടെ കൈവശം വന്നു ചേർന്നു. തെക്കുംകൂർ രാജാവ് വെന്നിമല ദേവസ്വത്തിന് പതിച്ചു നൽകിയിരുന്ന 1000കണക്കിന് ഏക്കർ സ്ഥലവും നിലങ്ങളും ഭരണാധികാരികളുടെ അനാസ്ഥയാൽ കാലക്രമേണ ഒന്നൊന്നായി ദേവസ്വത്തിന് കൈവിട്ടു പോയിക്കൊണ്ടിരുന്നു. ക്രമേണ ക്ഷേത്രഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ സമുദായം, കോയ്മ, 3 വീട്ടുകാർ മുതലായവർ ചേർന്ന് ക്ഷേത്രഭരണം ഊരാൺമ ദേവസ്വത്തിനെ ഏൽപ്പിക്കുകയുണ്ടായി. വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മുഖ്യദേവനായ ലക്ഷ്മണനെ കൂടാതെ ഗണപതി, സരസ്വതി, ശിവൻ, പാർവതി, ശ്രീകൃഷ്ണൻ, നാഗരാജാവ്, യക്ഷി, ശാസ്താവ് എന്നീ ഉപദേവന്മാരും വെന്നിമല ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനം നൽകി വരുന്നു. പാദാബ്ജങ്ങളിലും ഭക്തന്മാരിലുമെന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഒന്നിനു പിറകെ ഒന്നായി 2 ബലിക്കല്ലുകളും 2 കൊടിമരവുമുള്ള വെന്നിമല ക്ഷേത്രത്തിൽ കുംഭത്തിലെ രോഹിണി ആറാട്ടായി 10 ദിവസത്തെ ഉത്സവമാണുള്ളത്. ആറാട്ടിന് ലക്ഷ്മണൻ മുന്നിലും ആറാട്ട് കഴിഞ്ഞു വരുമ്പോൾ ശ്രീരാമൻ മുന്നിലും എന്നാണ് സങ്കല്പം. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭദ്രൂപം തോന്നേണം ദയാംബുധേ. നാനാകർമ്മങ്ങൾ തന്നെ ദർശിച്ച് സായൂജ്യമടയാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും ചൊരിഞ്ഞ് ഒരു ഗ്രാമത്തിന്റെയാകെ ദേവനായി വാഴുകയാണ് വെന്നിമലയിൽ ലക്ഷ്മണസ്വാമി. മാർക്കണ്ഡേയ പുരാണത്തിലെ 74-ാം അധ്യായം മുതൽ 86-ാം അധ്യായം വരെയുള്ള ഭാഗമാണ് ദേവി മാഹാത്മ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് പാരായണം ചെയ്യുന്നത് സർവൈശ്വര്യവും സർവവിജയവും നൽകുമെന്നാണ് വിശ്വാസം. ഇതിലെ യാ ദേവി സർവഭൂതേഷു എന്ന് തുടങ്ങുന്ന ഭാഗം നിത്യപാരായണത്തിന് ഏറ്റവും ഉത്തമമാണ്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.